ഇതിനു മുമ്പ് സി പി എമ്മിൻ്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ ബോംബ് നിർമ്മിച്ചത് അല്ലെങ്കിൽ ബോംബ് നിർമ്മാണം നടത്തിയത് എന്നുള്ളതാണ്. കേരളത്തിൽ നടന്ന ഒരു അക്രമത്തെയും പാർട്ടി അറിയാറില്ല, പാർട്ടി എല്ലാം തള്ളി പറയാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം പാർട്ടി തള്ളിപ്പറഞ്ഞതാണ്, ഷുക്കൂറിൻ്റെയും മരണം തള്ളിപ്പറഞ്ഞതാണ്, ശരത്തിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതകത്തെ തള്ളിപ്പറഞ്ഞതാണ്. അപ്പോൾ 2015 ഈ ബോംബ് സ്ഫോടനം നടന്നതിൻ്റെ തൊട്ടപ്പുറത്ത് 5 കിലോമീറ്റർ അപ്പുറത്ത് ഈസ്റ്റ് ചെറ്റക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പൊയിലൂരിലുമൊക്കെ ഒരു ബോംബ് ഇതേപോലെ നിർമ്മിക്കുമ്പോൾ മരണപ്പെടുകയുണ്ടായി സി പി എമ്മിൻ്റെ പ്രവർത്തകർ. അത് കഴിഞ്ഞ് തൃശ്ശൂർ നടന്ന സമ്മേളനത്തിൽ രക്തസാക്ഷികളുടെ ഫോട്ടോ വെച്ച കൂട്ടത്തിൽ ഇവരുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അപ്പോൾ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെടുന്ന ആളുകളെ തൽക്കാലം ഇലക്ഷൻ വരെ മാറ്റി നിർത്തുകയും ഇലക്ഷൻ കഴിഞ്ഞാൽ അവരെ രക്തസാക്ഷിയാക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ നയമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് പാർട്ടി ഇതിനകത്ത് ഞങ്ങളൊന്നും പറയാം, ഡിവൈഎഫ്ഐ ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐയുടെ ആരെങ്കിലും പങ്കുണ്ടെങ്കിൽ അവർ പറയട്ടെ എന്നുള്ള. ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയെയും SFI എന്ന് പറയുന്ന സംഘടനയും ആരും നിയന്ത്രിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അതാണ് ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അങ്ങനെ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യത്തെയും അഡ്രസ്സ് ചെയ്യാറില്ല. ഇത് ഞങ്ങൾക്കിതിൽ ബന്ധമില്ല എന്ന് പറയുന്ന ഒരു ശീലമാണ്. പിന്നെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണം ഉണ്ടാക്കി. 4 ബോംബുകൾ കണ്ടെടുക്കുകയും പിന്നീടുള്ള പരിശോധനയിലാണ് 7ഓളം ബോംബുകൾ കണ്ടെടുക്കുക, 11 ബോംബുകൾ അവിടെ കണ്ടെടുക്കുകയും ചെയ്തു. അത്ര വലിയൊരു അക്രമ സ്ഥിതി ഇപ്പോൾ കണ്ണൂർ ജില്ലയ്ക്കകത്ത് നിലവിലില്ല. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ വളരെ സമാധാനത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ സമാധാനം അവിടെ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന CPM ആണ്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ CPM ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അത് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ BJPയുടെ പ്രതിനിധി ശ്രീ ഹരിദാസൻ പറയുകയുണ്ടായി, ഇപ്പം നിലവിൽ കണ്ണൂർ വളരെ ശാന്തമാണ്, കണ്ണൂരിൽ ഇതിൻ്റെ ആവശ്യകതകളില്ല എന്ന്. പിന്നെ RSS പ്രവർത്തകരെയും BJP പ്രവർത്തകരെയും ഒക്കെ ആക്രമിക്കാനായിരിക്കാം ബോംബ് നിർമ്മിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെനിക്കൊരു വിശ്വാസവും ഇല്ല. കാരണം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്ന RSS CPM ചർച്ചയ്ക്ക് ശേഷം കണ്ണൂർ വളരെ സമാധാനമായി മാറി എന്ന് 2 കൂട്ടരും അവകാശപ്പെടുകയും ആ മാറ്റത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കേവലം 10% വോട്ടാണ് തോന്നുന്നു BJP NDA സ്ഥാനാർത്ഥിക്കുള്ളത്. ആ സ്ഥാനാർത്ഥി ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ഇലക്ഷൻ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യവുമാണ്. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഇവന് അമ്പലവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ ബോംബ് നിർമ്മാണത്തിന് എന്നുള്ളൊരു വാദം CPM ഉന്നയിക്കുന്നുണ്ട്. അമ്പലത്തിൽ ചെറിയ യുവാക്കൾ തമ്മിലുള്ള ആ സംഘർഷം വലുതാവുകയും അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ചെറിയ സംഘർഷം ഒരു നാട്ടിലുണ്ടാവും. അമ്പലത്തിലോ പള്ളിയിലോ മറ്റു കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ചെറിയ തർക്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉടനെ അതിന് പരിഹാരം എന്നുള്ള രീതിയിൽ സ്റ്റീൽ ബോംബ് നിർമ്മിക്കുന്ന ആളുകളെയാണോ DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായും റെഡ് വളണ്ടിയറിൻ്റെ ക്യാപ്റ്റനായും ഒക്കെ CPM തിരഞ്ഞെടുക്കാറുള്ളത്? ഒരു നാട്ടിലൊരു ചെറിയ തർക്കമുണ്ടായാൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത്. ആ തർക്കത്തെ പരിഹരിച്ച് ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിനു പകരം ഒരു ചെറിയ തർക്കമുണ്ടായി അല്ലെങ്കിൽ ഒരു വലിയ തർക്കമുണ്ടായി, ഒരു അടിപിടി ഉണ്ടായി എന്ന് കൂട്ടട്ടെ, അത് ഉണ്ടായാൽ ഉടനെ വന്ന് ആളില്ലാത്ത വീട്ടിൻ്റെ പുരപ്പുറത്ത് കയറി 11 ബോംബുണ്ടാക്കി അത് തയ്യാറാക്കി വെക്കുന്ന ആളുകളെയാണ് DYFIയുടെ യൂണിറ്റിനെ നയിക്കാൻ CPM DYFI തീരുമാനിക്കുന്നതെങ്കിൽ അതൊരു